വെൽക്കം ബാക്ക് ടു ജിംനി എക്സ്പ്ലോറർ. നമ്മളിപ്പോൾ കണ്ടത് അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. 2025 ഏപ്രിൽ മാസത്തില് മലക്കപ്പാറ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണത്. അതിനുശേഷം നമ്മൾ അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കാണുമ്പോൾ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വലതുവശത്തായിട്ട് ചാലക്കുടി പുഴ. വെള്ളം വളരെ കുറവാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെ നമ്മൾ കാറിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ്. അവിടെ കാണുന്ന വ്യൂ പോയിന്റ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ധാരാളം KSRTCയുടെ ബജറ്റ് ടൂറിസം ഈ വഴിക്ക് സർവീസ് നടത്തുന്നുണ്ട് മലക്കപ്പാറ വഴി. പക്ഷെ KSRTC വാഹനത്തിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ഭാഗത്ത് മാത്രമേ എത്തുകയുള്ളൂ. അതിരപ്പള്ളിയിലും വാഴച്ചാലും കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് അതിരപ്പള്ളി വാട്ടർഫാള്, അതുപോലെ തന്നെ ഈ ചാലക്കുടി പുഴ കണ്ടതിന് ശേഷം പിന്നെ കാണുന്ന പോയിന്റ് ആണ് ചാർപ്പ വാട്ടർഫാൾ. ഞാൻ പറഞ്ഞു ഈ നമുക്ക് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ പോയതെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊന്നുമില്ല. ഇവിടെ മുകളിൽ കാണുന്ന ഒരു പാലം വ്യൂ പോയിന്റ് ആയിട്ട് അതിന്റെ മുകളിൽ നിന്ന് വാട്ടർഫാൾ കാണുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, തീരെ വെള്ളമില്ല. മഴക്കാലത്തെല്ലാം നല്ല പോലെ വെള്ളം വന്നിങ്ങനെ തെറിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. റോഡിലേക്ക് വരെ പോകുന്ന വാഹനങ്ങളേക്കും വർഷക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ ഈ പാലത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും. ഈ വർഷക്കാലത്ത് 2025 ഈ വർഷക്കാലത്ത് ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ വാഴച്ചാലിലേക്ക് ഉള്ള യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് വാഴച്ചാലിന്റെ വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വാഴച്ചാലിൽ നിന്നാണ് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത് ഫോറസ്റ്റിലേക്ക്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റിന് ചാർജ് ഒന്നുമില്ല. പക്ഷെ നമ്മളുടെ വാഹനത്തിന്റെ നമ്പറും എത്ര പേരുണ്ടെന്നുള്ളതും എല്ലാം കുറിച്ച് കൊടുത്ത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 45 കിലോമീറ്റർ നമ്മൾ കാട്ടിൽ കൂടിയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ അല്പദൂരം പോകണം. അല്പദൂരം പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ ചാലക്കുടി പുഴ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് നല്ല ഫോഴ്സിൽ വെള്ളം പോകുന്നുണ്ട്. അവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്കതിന്റെ സൗണ്ട് ഒന്ന് ആസ്വദിച്ച് അല്പനേരം മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനി വീണ്ടും മുന്നോട്ട് പോവുകയാണ്.
ഇനി നമ്മൾ ഈ യാത്രയിൽ ഇവിടെ കാണുന്ന ഷോളയാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ്. ഇവിടെ വാഹനം നിർത്തി ഇറങ്ങാനായിട്ട് അനുവാദമില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ വാഹനം നിർത്തുകയാണെങ്കിൽ നേരെ പോകാനായിട്ട് പറയും. ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഒരു പെൻസ്റ്റോക്ക് പൈപ്പ്, അതായത് ഇവിടെ നിന്ന് ഈ ഷോളയാർ ഡാമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി താഴേക്ക് പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ്. അതിനടുത്തുള്ള വാൽ ഹൗസിലാണ് അടുത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഡാമിൽ നിന്ന് വരുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ഇങ്ങനെ താഴെ പോകുന്നതായിട്ട് കാണാം. താഴെ കാണുന്നതാണ് ആ ഇലക്ട്രിസിറ്റിയുടെ ഓഫീസ്. ജനറേറ്റിംഗ് സ്റ്റേഷനാണ് നേരെ താഴെയായിട്ട് കാണുന്നത്. ഇത്രയും കാഴ്ചകളാണ് നമ്മൾ അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള വഴിയിൽ കാണാനുള്ളത്. കാഴ്ചകൾ മാത്രം കാണുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ മുഴുവൻ റൂട്ടും വഴി മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള മുഴുവൻ റൂട്ടും കാണിച്ചിട്ടുണ്ട്. കാട്ടിൽ കൂടെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ആ വഴി മുഴുവനായിട്ട് കാണണമെന്നും ആഗ്രഹിക്കുന്നവര് അടുത്ത വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.